വേണ്ടി എല്ലാവരും ഒത്തുചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഷാഫി പറമ്പിലും കെ ജനനിബിഡമായ താമസ സ്ഥലങ്ങളെ ഭീതിയുടെയും ഭയപ്പാടിന്റെയും അഗാധ ഘട്ടങ്ങളിലേക്ക് തള്ളിവിട്ട് ഇതാണ് ജനസേവന രാഷ്ട്രീയം ചോദിച്ചവർക്കെതിരെ ശക്തമായ ആവശ്യപ്പെട്ടുകൊണ്ട് അടക്കനാവിന്റെ ഹൃദയഭൂമിയിൽ തേന്മഴ പെയ്യിക്കാൻ നിലവിധിയാത്ത മതസ്ഥരായ പാകപ്പെട്ട ജനമനസ്സുകളിൽ ഐക്യത്തിന്റെ മഴയിലമായി ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് പകർന്ന യൂഡിഎഫിന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ രാജകുമാരൻ ഷാഫി പറമ്പിൽ നയിക്കുന്ന ശാന്തി യാത്ര ചെയ്ത ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, വാർഷങ്ങളിൽ തനിച്ചു കൂടിയ ജനങ്ങളുടെ ആവേശജലമായ സ്വീകരണങ്ങളും ആശീർവാദങ്ങളും അനുമോദനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിത ഷാഫി പറമ്പിൽ എന്ന ജനനായകൻ വടകരയുടെ പൊന്നോമനവും കടന്നു വരുന്നു. ശ്രീമതി എം.എൽ.എയുടെ നേതൃത്വത്തിൽ നിരവധി യൂഡിഎഫിന്റെ സമാരാധ്യരായ നേതാക്കന്മാർ അനുധാപനം ചെയ്തുകൊണ്ട് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഐക്യത്തിന്റെ മഴവില്ല് വിരിയിക്കാൻ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് പകർന്ന യൂഡിഎഫിന്റെ രാഷ്ട്രീയ നിലപാടുകൾ രാജകുമാരൻ ഷാഫി പറമ്പിൽ കെ രമ എം.എൽ.എ നിരവധി പ്രഗത്ഭരായ യൂഡിഎഫിന്റെ നേതാക്കന്മാർ അനുധാപനം ചെയ്തുകൊണ്ടുള്ള ശാന്തി യാത്ര ചെയ്ത ഈ വഴിത്താരകളെ ധന്യമാക്കി കടന്നു വരികയാണ്. ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും അനുവാദനത്തിന്റെ പൂച്ചക്കുകൾ വിതറിയാലും പ്രിയപ്പെട്ടവരെ രാഷ്ട്രീയ കാലഘട്ടത്തിന്റെ തീവ്രതയിൽ പൊട്ടിപ്പുറപ്പെട്ട സ്നേഹവും സ്വാതന്ത്ര്യദാഹവും ജനമനസ്സുകളിൽ സ്വാതന്ത്ര്യത്തിന്റെ പട്ടികയിൽ കെട്ടിക്കൊണ്ട് ഭാരതമ്മയെ പുലർപ്പിച്ച ലോകഭൂപടത്തിലെ ഏറ്റവും അവരെ മുഖത്ത് നോക്കി പറയുവാൻ ഇന്ത്യ രാജ്യത്തുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിലെ രാഷ്ട്രീയ നിലപാടുകളായ സമാധാനത്തിന്റെയും ശാന്തിയുടെയും പ്രതീകമായ പ്രതീക്ഷയായ ഷാഫി പറമ്പിലും കെ രമ എം.എൽ.എയും നയിക്കുന്ന സമാധാന സന്ദേശ യാത്രയാണ് ഈ. പ്രിയപ്പെട്ടവരെ, ബോംബ് രാഷ്ട്രീയത്തിനെതിരെ നടത്തപ്പെടുന്ന സമാധാന സന്ദേശ യാത്രയാണ്. ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി ഷാഫി പറമ്പിലിന്റെയും കെ രമ എം.എൽ.എയുടെയും നേതൃത്വത്തിൽ ഇതുവഴി കടന്നു വരിക. നമ്മുടെ നാടിന്റെ സമാധാനത്തിന് വേണ്ടി എല്ലാ ജനവിഭാഗങ്ങളും ഒന്നിച്ചൊന്നായി ചേരണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ നയിക്കുന്ന സമാധാന സന്ദേശ യാത്രയാണ്. ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കെ രമയുടെയും യുഡിഎഫിന്റെ പ്രഗത്ഭരായ നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ ഇതുവഴി കടന്നു വരുന്നത്. നമ്മുടെ നാട് സമാധാനത്തിന്റെ നാടാണ്. നമ്മുടെ നാട് ശാന്തിയുടെ നാടുകളിലേക്ക് പോകാതിരിക്കുവാൻ വല്ലാത്ത ആശങ്കയിലേക്ക് പോയ മണിക്കൂറുകൾക്കിടയിലാണ് ഇങ്ങനെ ഒരു സമാധാന സന്ദേശ യാത്രയുമായി ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വരേണ്ടി വന്നു. ഇവിടെ പ്രിയപ്പെട്ട എം.എൽ.എ സൂചിപ്പിച്ചു, രമചേച്ചി സൂചിപ്പിച്ചു, ഇവിടുത്തെ അമ്മമാർക്ക്, സഹോദരിമാർക്ക്, അവർ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാവട്ടെ, ഇനിയും മക്കളെ നഷ്ടപ്പെടുത്താനും ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുത്താനും സഹോദരങ്ങളെ നഷ്ടപ്പെടുത്താനും വയ്യ. ഇതൊന്ന് അവസാനിപ്പിക്കണം എന്നുള്ള അവരുടെ ആഗ്രഹത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും പറയുന്നത്, ബോംബിന്റെ രാഷ്ട്രീയത്തിന് അറിഞ്ഞും അറിയാതെയും ഒരു പിന്തുണയും കൊടുക്കരുത് എന്ന് ഈ നാടിന്റെ സമൂഹം ഒറ്റക്കെട്ടായി തീരുമാനിക്കണമെന്നുള്ള അഭ്യർത്ഥനയോടെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ഇപ്പൊ ഇവിടുത്തെ എന്ത് സാഹചര്യമാണ്, നാട്ടിൽ ബോംബുണ്ടാക്കി സൂക്ഷിക്കേണ്ട എന്ത് സാഹചര്യമാണ് നാട്ടിൽ നിലവിലുള്ളത്? ഈ തെരഞ്ഞെടുപ്പിൽ ബോംബ് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി മാറുന്നത്? എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് CPIM-ന്റെ സാധാരണ പ്രവർത്തകരോടാണ്. എന്റെ ഇടതുവശത്തും എതിർ സ്ഥാനാർത്ഥി ഇവിടെ ചുമരെഴുത്ത് ഞാൻ കാണുന്നുണ്ട്. ആ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിങ്ങൾ ചുമരെഴുതുന്നു, നിങ്ങൾ വീട് കയറി വോട്ട് ചോദിക്കുന്നു, നിങ്ങൾ പോസ്റ്റ് ഒട്ടിക്കുന്നു, നിങ്ങൾ ഫ്ലെക്സ് വെക്കുന്നു, നിങ്ങൾ എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ നിങ്ങളുടെ പാർട്ടി നേതൃത്വത്തിലെ ക്രിമിനൽ സ്വഭാവമുള്ള ചില ആളുകൾ നിങ്ങളെപ്പോലും അറിയിക്കാതെ ചില ആളുകളെ തെരഞ്ഞെടുത്ത് അവിടെ ബോംബ് ഉണ്ടാക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു.
എന്നിട്ട് അത് പൊട്ടിയിട്ട് നിങ്ങളുടെ കൊടി പിടിച്ചവർ, അത് പൊട്ടിയിട്ട് ഇത്രയും കാലം നിങ്ങളുടെ കൂടെ നടന്നവർ, അത് പൊട്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പോലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തനത്തിനിറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുമ്പോ നിങ്ങൾ എന്തിനാണ് ഈ കഠിനാധ്വാനം അവർക്ക് വേണ്ടി നടത്തുന്നത് എന്നുള്ള ചോദ്യം നിങ്ങളുടെ ഈ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളുടെ മുഖത്ത് നോക്കി നിങ്ങൾ ചോദിക്കണ്ടേ? നിങ്ങളൊരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കുമ്പോ വേറൊരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ അതുകൊണ്ട് ഈ നാടിന് മെച്ചം? ഇനി ആ ബോംബ് അവിടെ കിടന്ന് പൊട്ടിയില്ല എന്ന് വിചാരിക്കുക, ആ ബോംബ് പൊട്ടിയിട്ട് ഒരാൾ മരിച്ചില്ല എന്ന് വിചാരിക്കുക, ആ ബോംബ് എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാവുമായിരിക്കും? ആ ബോംബ് ബാങ്കിൽ നിക്ഷേപിക്കാൻ പറ്റുമോ? ആ ബോംബ് കൊണ്ട് ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ? ആ ബോംബ് കൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പറ്റുമോ? അതാളെ കൊല്ലാനും അപായപ്പെടുത്താനും അല്ലാതെ മറ്റൊന്നിനുമല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുമ്പോഴാണ് ഈ നാടിന്റെ സമാധാനത്തെ നിരന്തരം കെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന ചോദ്യം പ്രസക്തമാവുന്നത്. ഇനി പാർട്ടിക്ക് അറിവില്ല എന്ന മറുപടി, നിങ്ങൾ ഇതിനു മുമ്പ് ഈ മറുപടി കേട്ടിട്ടുള്ളത് എപ്പോഴാ? ഞങ്ങൾ പൊതുജനത്തെ നിങ്ങൾ വിട്ടോ, UDFന്റെ പ്രവർത്തകരെ നിങ്ങൾ വിട്ടോ, ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ, നിങ്ങൾ വിട്ടോ. പക്ഷെ നിങ്ങൾക്കൊരു ബോധ്യമുണ്ടല്ലോ, നിങ്ങളുടെ പാർട്ടി നിങ്ങളോട് ഇതിനു മുമ്പ് പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞത് എപ്പോഴാ? TP ചന്ദ്രശേഖരന്റെ കേസ് വന്നപ്പോ നിങ്ങളുടെ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞില്ലേ? മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ? ചെരുപ്പ് വ്യാപാരത്തിന് തർക്കമാണെന്ന് പറഞ്ഞില്ലേ? വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തിയില്ലേ? ഷുഹൈബിനെ കൊന്നപ്പോഴും, ശരത് ലാലിനെ കൊന്നപ്പോഴും, കൃപേഷിനെ കൊന്നപ്പോഴും, മൻസൂറിനെ കൊന്നപ്പോഴും ഒക്കെ പറഞ്ഞത് ഇതേ കാര്യങ്ങളല്ലേ? എന്തിനാ ഈ നാടിന്റെ സമാധാനം ഇങ്ങനെ കെടുത്തുന്നത്? എന്തിനാ ഈ നാട്ടിലെ അമ്മമാർക്ക് പിന്നെയും നിങ്ങൾ ആശങ്ക കൊടുക്കുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ജയം നിങ്ങൾക്ക് 100% ഉറപ്പാണെന്ന്. നിങ്ങൾ അത്രയും വലിയ ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിന് പോസ്റ്ററിനും കൊടിക്കും ഫ്ലെക്സിനും അപ്പുറത്തേക്ക് ബോംബ് ഒരു സാമഗ്രിയായി ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യം ഇവിടെ ബാക്കിയാവുകയല്ലേ? നിങ്ങൾ പറയുന്നു 7 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 6ലും നിങ്ങളുടെ MLA-മാരാണെന്ന്. നിങ്ങൾ പറയുന്നു 7ലെ 6 കോൺസ്റ്റിറ്റ്യുവൻസിയും കൂടെ 1 ലക്ഷത്തിന്റെ 1.5 ലക്ഷത്തിന്റെ അടുത്ത് ഭൂരിപക്ഷം നിങ്ങൾക്കുണ്ടെന്ന്. ഞാൻ ചോദിക്കുന്നു, അത്രയും ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്തും ജയിക്കാൻ പിന്നെ നിങ്ങൾക്ക് ബോംബ് വേണ്ടി വരുമെന്ന് നിങ്ങൾ കരുതുന്നതിന്റെ കാരണം എന്താണ്? ദയവീതി നാടിന്റെ സമാധാനം കെടുത്താൻ ആ ക്രിമിനൽ സ്വഭാവമുള്ളവരെ ഈ നാട്ടിലെ CPM-കാരോടും ഞാൻ പറയുന്നു, നിങ്ങളും അനുവദിക്കരുത്. അറിഞ്ഞും അറിയാതെയും ഇതിനൊരു പിന്തുണ കൊടുക്കരുത്. ഇത് ഈ നാടിന്റെ സമാധാനത്തിന് വേണ്ടിയുള്ള ഇവിടുത്തെ മൊത്തം ജനങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ്. പാർട്ടി ബന്ധത്തെ സംബന്ധിച്ച് ഇനി എന്ത് തെളിവാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്? നിങ്ങളുടെ ഏതെല്ലാം നേതൃത്വത്തിന്റെ കൂടെയാണ് ഇവരെ കാണുന്നത്? നിങ്ങളുടെ സുപ്രധാനമായ കില്ലിംഗ് ഡ്യൂട്ടികൾ ഏറ്റെടുത്ത ആളുകളുടെ കൂടെ, നിങ്ങളുടെ സുപ്രധാനമായ നേതാക്കന്മാരുടെ കൂടെ ഒരു ഫോട്ടോ വെച്ച് ആളെ അളക്കാൻ നിൽക്കുന്നവരല്ല ഞങ്ങൾ. പക്ഷെ ഒരു കാര്യം, ഇത്രയും ട്രാക്ക് റെക്കോർഡുള്ള ആളുകൾ, ഇത്രയും കേസുകളിൽ ഇതിനു മുമ്പും പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന ആളുകൾ, അവരൊക്കെ ഒരു സ്ഥാനാർത്ഥിയുടെ ക്ലോസ് റേഞ്ചിൽ വരെ വന്ന് നിന്ന് പ്രചരണം നടത്താനുള്ള അനുമതി നിങ്ങളുടെ പാർട്ടി അവർക്കൊരു ലെജിറ്റിമസി കൊടുക്കുമ്പോൾ അതിനെ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടതല്ലേ? അതിന് ഈ നാട്ടിലെ പൊതുസമൂഹം ചോദ്യം ചെയ്യേണ്ടതല്ലേ? എന്ത് രാഷ്ട്രീയ വിധേയത്വത്തിന്റെ പേരിലാണെങ്കിലും ആളുകളുടെ ജീവൻ കവരുന്ന ബോംബ് രാഷ്ട്രീയത്തിന് ഇനി വടകരയുടെ പിന്തുണയില്ല എന്ന് അടിവരയിട്ട് തെളിയിക്കേണ്ട ഒരു കാലാവസ്ഥയിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. ഒന്നും കൂടെ ആലോചിക്കുക, ആ ബോംബ് അവിടെ പൊട്ടിയില്ലായിരുന്നെങ്കിൽ, അതൊരാൾക്കൂട്ടത്തിന് നേരെയാണ് അത് വരുന്നതെങ്കിൽ, അതൊരുപാട് ജനവിഭാഗങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരിടത്തേക്കാണ് അത് വരുന്നതെങ്കിൽ, അത്തരം കാര്യങ്ങൾ ഗൗരവത്തോടെ ആലോചിക്കണം. പ്രിയമുള്ള കൂത്തുപറമ്പിലെയും പാനൂരിലെയും പൊതുസമൂഹത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഇതിനകത്തൊരു നിലപാടെടുക്കണം. എന്ത് സംഭവിച്ചാലും ശരി ഞങ്ങൾ ജയിച്ചുകൊള്ളും എന്നുള്ള ചിലരുടെയൊക്കെ ധിക്കാരവും അഹങ്കാരവും നാടിന്റെ സമാധാനത്തെ കെടുത്തുമ്പോ, സമാധാനത്തെ കെടുത്തിയാൽ ഞങ്ങൾ ഇവിടെ ഒരാൾക്കും വോട്ട് തരില്ല എന്നത് നാളെ ഞങ്ങളാണെങ്കിലും വേറെ ഏത് പ്രസ്ഥാനമാണെങ്കിലും സമാധാനത്തെ കെടുത്താൻ നിന്നാൽ അതിന് ഞങ്ങളുടെ പിന്തുണ ഉണ്ടാവില്ല എന്ന് പൊതുസമൂഹം ഒരുമിച്ച് പറയേണ്ട ഒരു കാലഘട്ടമാണിത്. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഈ നാടിന്റെ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒന്നാവണം എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും പറയുന്നത്. രാജ്യത്ത് നടക്കുന്ന വിഭാഗീയ പ്രവണതകളെ, കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഫാസിസ്റ്റ് പ്രവണതകളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്നാണ് നമ്മൾ ജനങ്ങളോട് പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ബോംബ് ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത് അട്ടിമറിക്കാനുള്ള ശ്രമമായിട്ട് അതിനെ നോക്കിക്കാണേണ്ടി വരും. അത് ഞങ്ങൾ അനുവദിക്കില്ല. ഇവിടെ സമാധാനം പുലരണം, സമാധാനത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കണം, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറണം. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ഈ ബോംബും
തോക്കും വടിവാളും വെട്ടുമില്ലാതെ ജയിക്കാൻ കഴിയില്ലെന്ന ചിലരുടെ തിരിച്ചറിവാണ് ഇത്തരം അതിക്രമങ്ങളുടെ പിന്നിൽ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. അതിന്റെ മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല. ജനാധിപത്യ വഴിയിൽ, സമാധാനത്തിന്റെ വഴിയിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഈ നാടിന്റെ ശാന്തി പുലരാനുള്ള പോരാട്ടത്തിൽ ഇവിടുത്തെ ജനതക്കൊപ്പം ഉണ്ടായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുമ്പിൽ നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകർക്കും ഇതിൽ കൃത്യമായി എത്ര പേർക്ക് പരിക്കേറ്റു എന്ന് പറയാൻ കഴിയുന്നില്ല, എത്ര പേര് സംഭവ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുന്നില്ല, ആരൊക്കെയാണ് ഉണ്ടായതെന്ന് പറയാൻ പറ്റുന്നില്ല. പോലീസ് സംവിധാനങ്ങൾ ഇതിന്റെ അന്വേഷണത്തിൽ ദുരൂഹത മൂടിപ്പിടിക്കുകയാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് നേരത്തെ പറഞ്ഞു പോലും ഇവിടെ ബോംബുണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ടെന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു. എന്നിട്ടും എന്തുകൊണ്ടൊരു നടപടിയും റെയ്ഡും ഉണ്ടായില്ല? ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചിട്ട് അത് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു പാവപ്പെട്ടവന്റെ വീടിന്റെ ടെറസിന്റെ മേലെ ഒരു സാധാരണക്കാരനെ എന്തിനു വേണ്ടിയാണ് ഇവർ ഉപയോഗിക്കുന്നത്? കുറെ ചോദ്യങ്ങൾ ബാക്കിയാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിക്കും. ബൂത്തിലും അല്ലാതെയും നടക്കുന്ന അട്ടിമറി പ്രവണതകളെ അതിനെ നുള്ളണം. നാട്ടിൽ സമാധാനത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കണം. അങ്ങനെ നടന്നാൽ ആ സമാധാനം ആഗ്രഹിക്കുന്നവരെ ജയിക്കൂ. അങ്ങനെ ജയിച്ചാൽ നമ്മൾ ജയിക്കും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. പൊതുസമൂഹത്തോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ നിലപാടോ വോട്ടോ ബോംബ് രാഷ്ട്രീയത്തിനുള്ള പിന്തുണയായി മാറരുത് എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമാധാന റാലിയിൽ പങ്കെടുത്ത മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു.